എല്ലാവർക്കും നമസ്കാരം. ഒരു നാലമ്പല ദർശനത്തിൻ്റെ വീഡിയോ ആണ് ഇന്നുള്ളത്. കൊല്ലം കരുനാഗപ്പള്ളി താലൂക്കിൽ തഴവയിൽ പുലിമുഖത്ത് ശ്രീ ഭദ്രാ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. മൊത്തം 26 പേരാണ് ഒരു ചെറിയ വാഹനത്തിൽ. 6-ാം തീയതിയാണ് യാത്ര. അതുകൊണ്ട് തന്നെ 5-ാം തീയതി രാത്രിയിൽ നമ്മൾ പുറപ്പെട്ടു. 9:30 ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 1:30 ഞങ്ങൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി. അവിടെ നിന്നും കുളിച്ച് ശുദ്ധമായി വസ്ത്രമൊക്കെ മാറി തുടർന്ന് ഞങ്ങൾ നേരെ ആദ്യമായി നാലമ്പല ദർശനത്തിൽ എത്തേണ്ട ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രത്തിലാണ് എത്തിയത്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ക്ഷേത്രത്തിൽ, അത് കഴിഞ്ഞ് ഭരതൻ, അതിന് ശത്രുഘ്നൻ, അത് കഴിഞ്ഞ് ഭരതൻ, അത് കഴിഞ്ഞ് ലക്ഷ്മണൻ, അത് കഴിഞ്ഞ് ശത്രുഘ്നൻ. ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ നാലമ്പല ദർശനം നടത്താറ്. തൃശ്ശൂർ ജില്ലയിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഞങ്ങൾ ദർശനം നടത്തിയത്. ആദ്യമായി തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തി. അവിടെ വലിയ തിരക്ക് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത്. പക്ഷേ ഈ സമയം നമ്മളിങ്ങനെ ക്രമീകരിച്ചതുകൊണ്ട് അതിരാവിലെ 4 മണിക്ക് തൃപ്രയാർ എത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു. വളരെ സുഖമായി നമുക്ക് തൊഴാനായി സാധിച്ചു. നാലമ്പല ഇപ്പോൾ കാണുന്നത് ഒരു പള്ളിയോടമാണ്. ഭഗവാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ പള്ളിയോടത്തിൻ്റെ. അതിൻ്റെ ഒരു ഐതിഹ്യമൊക്കെ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തുടർന്ന് അവിടുത്തെ തിരക്ക് വളരെ കുറവായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മീനൂട്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ്. ഇവിടെ ആണ് നമ്മൾ മീനൂട്ട് നടത്താറുള്ളത്. ആ മീനൂട്ട് എല്ലാ ഭക്തജനങ്ങളും നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പുറത്ത് ഭഗവാന്റെ ക്ഷേത്രത്തിന് പുറത്ത് ഉപദേവതകളായിട്ട് പല ദേവന്മാരും ഉണ്ട്. അവരെയൊക്കെ ദർശനം നടത്തി. വളരെ വലിയൊരു ക്ഷേത്രം തന്നെയാണ്. തൃപ്രയാറിനെ കുറിച്ച് നമുക്ക് അറിയാൻ സ്വാഭാവികമായിട്ടും വലിയ ക്ഷേത്രമാണ്. വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഒരു വട്ടശ്രീകോവിലാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉള്ളത്. പുറത്ത് രാമായണ മാസം ആചരിക്കാനായി വളരെ ഭംഗിയായിട്ട് ഒരു കേന്ദ്രം അവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ഭംഗിയോടുകൂടി രാമായണ മാസം അവിടെ ആചരിക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്നാൽ അവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ഒരു ചെറിയ ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാനെ തൊഴുന്ന എല്ലാവരും ആ സ്ഥലത്തേക്കെത്തി ഭഗവാൻ ഹനുമാൻ സ്വാമിയും സുബ്രഹ്മണ്യ സ്വാമിയും തൊഴുതിട്ടാണ് പുറത്തേക്ക് പോകാറുള്ളത്. ഞങ്ങളും എല്ലാവരും ഹനുമാൻ സ്വാമിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും തൊഴാനായിട്ട് പുറത്തേക്ക് വന്നു. കുറച്ച് 26 പേരെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനും വളരെ വേഗം യാത്ര ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയും സുബ്രഹ്മണ്യ സ്വാമിയും തൊഴുതാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാം. ആ പുറത്തേക്ക് പോകുന്ന സ്ഥലത്ത് സേവാഭാരതിയുടെ ഒരു സ്റ്റാളുണ്ട്. അവിടെ എല്ലാവർക്കും രാവിലെ ലഘുപാനീയം വിതരണം ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ പുറപ്പെട്ടു. ഇനി ഭരതക്ഷേത്രം, കൂടൽമാണിക്യം ഭരതക്ഷേത്രം ഇതിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വളരെ കുറച്ച് സമയം മാത്രമേ. അവിടെ നിന്ന് ഏകദേശം ഒരു 20-30 മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ഭരതക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും. അവിടെയും നാലമ്പല ദർശനത്തിനായി തീർത്ഥാടകർക്കായി എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മൊബൈൽ ക്ഷേത്രത്തിനുള്ളിൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അതുള്ളിലെ ദൃശ്യങ്ങൾ കാണിക്കാനായി സാധിക്കുന്നില്ല. ഇത് മുൻവശത്തെ ദൃശ്യങ്ങളാണ്. തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഏറ്റവും പ്രധാനമായിട്ടും വളരെ വലിയൊരു ക്ഷേത്രക്കുളമുണ്ട്. ആ ക്ഷേത്രക്കുളത്തിന് പ്രദക്ഷിണം ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും അത് ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങളും ക്ഷേത്രക്കുളത്തിന് പ്രദക്ഷിണം ചെയ്തു. നല്ലൊരു കാഴ്ചയാണ്. പ്രഭാതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്കതൊക്കെ കാണാനും ചിത്രീകരിക്കാനും സാധിച്ചു. ക്ഷേത്രത്തിൻ്റെ മുൻവശം നല്ല ഭംഗിയായി ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രത്തിന്, ഭരതക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. കുട്ടിലാക്കിലെ ഗണപതി ക്ഷേത്രം. അവിടെയും ദർശനം നടത്തി. തുടർന്ന് ഞങ്ങൾ വീണ്ടും ലക്ഷ്മണ ക്ഷേത്രത്തെ, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയും വളരെ പുരാതനമായിട്ടുള്ള വട്ടശ്രീകോവിലായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെയും തിരക്ക് വളരെ കുറവായിരുന്നു. അവിടെ നിന്ന് അവിടെ പല പല വഴിപാടുകൾ നമുക്ക് സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് നമ്മൾ കാണുന്ന ഒരു വലിയ വെലിക്കല്ല് അവിടെ മുന്നിലുണ്ട്. നാലമ്പലവും ഉണ്ട്. അതും വട്ടശ്രീകോവിൽപ്പെട്ടൊരു അമ്പലമാണ്. അവരെയും എല്ലാ സംവിധാനവും ഭക്തജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് സൗകര്യത്തോടുകൂടി ചെയ്യാനായിട്ട് അവർ ദിവസം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ആഹാരം കഴിച്ചു. കാര്യം ഏകദേശം 8-9 മണിയായി അവിടെ എത്തിയപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കാണ് എത്തുന്നത്. അത് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിൽ. ഈ 4 അമ്പലങ്ങളിലും വളരെ ചെറിയൊരു ക്ഷേത്രം അതാണെന്ന് പറയാം. ഇത് ചെറുതല്ല എങ്കിൽ പോലും
മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ചെറിയൊരു ക്ഷേത്രമാണ്. എങ്കിലും ആ ഉള്ള സ്ഥലത്ത് എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല വ്യവസ്ഥ ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്. അതിൻ്റെ മുൻവശത്ത് നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും തൃപ്രയാറിലേക്ക് എത്തി. തൃപ്രയാറിലെ ക്ഷേത്രങ്ങൾ വീണ്ടും ഒന്ന് തൊഴുതു, നമസ്കരിച്ചു. തുടർന്ന് ഞങ്ങൾ പുലിമുഖത്ത് ക്ഷേത്രത്തിലേക്ക് തിരിക്കാനുണ്ടായത്. വളരെ നല്ലൊരു യാത്രയായിരുന്നു. എല്ലാവർക്കും സന്തോഷമുണ്ടായി. കഴിയുന്ന എല്ലാവരും നാലമ്പല ദർശനം നടത്തണം. നാലമ്പല ദർശനം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇതിന് പുറകെ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.